നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അധികം സംസാരിക്കാത്തവരെ കരുതിയിരിക്കണമെന്നാണ് പറയാറ്. അനുപേടം പിന്നെ ഭയങ്കര വായാടിയാണല്ലോ. എപ്പോഴും നിർത്താതെ സംസാരിക്കുന്ന ആളല്ലേ. അപ്പൊ അനുപേട്ടനെ സൂക്ഷിക്കണമല്ലോ. അനുപേട്ടൻ പറഞ്ഞതിലും കാര്യമില്ലാതില്ല. അധികം സംസാരിക്കാത്ത ആളുകളുടെ ഉള്ളില് എന്തെങ്കിലും കാര്യങ്ങൾ നിരന്തരം നടക്കുന്നുണ്ടാവും. അലസന്റെ മനസ്സ് ചെകുത്താന്റെ പണിപ്പുര എന്നാണ് പറയുന്നത്, അല്ലേ അച്ഛാ? അത് ശരിയാ. പക്ഷെ സച്ചിയുടെ മനസ്സ് നിരന്തരം ചിന്തകളാ. എന്തെല്ലാം കാര്യങ്ങൾ ചിന്തിക്കണം. അധികം സംസാരിക്കുന്നതിലല്ല അനൂപേ, കാര്യം ചെയ്യുന്നതില. അത് ശരിയാച്ചാ. എന്തിനാ അധികം സംസാരിക്കുന്നത്? അതിന്റെ എത്രയോ ഇരട്ടി പ്രവൃത്തിയോടെ കാണിക്കാൻ പറ്റുമെന്ന് അവൻ കാണിച്ചു തരും. എന്റെ അനൂപേ, നീ പറയുന്നത് എന്താണെന്ന് നിനക്കേ മനസ്സിലാവുന്നില്ല, പിന്നെ എങ്ങനെ ഞങ്ങൾക്ക് മനസ്സിലാവും? അനൂപേട്ടൻ പറഞ്ഞത് സച്ചേട്ടന്റെ കമ്പനി കാര്യങ്ങളാ, അല്ലേ അനൂപേട്ട? രണ്ടുപേരുടെ സ്വഭാവത്തിലും എന്തോ പന്തികേടുണ്ട്. അവൻ അവളുടെ താളത്തിന് തുള്ളുന്നതിന് എന്തോ ലക്ഷ്യമുണ്ട്. അതെന്താണെന്ന് അറിയണം. സച്ചേട്ടന് ബോറടിക്കുന്നുണ്ടോ? ഇല്ല, ഞാൻ ഈ യാത്ര നല്ലപോലെ എൻജോയ് ചെയ്യുന്നുണ്ട്. അതിലേറെ എനിക്ക് സന്തോഷമായത് തന്റെ സന്തോഷം കാണുമ്പോഴാണ്. ഈ അമ്പലവും ഇതിന്റെ പരിസരവും എനിക്ക് കുഞ്ഞുനാൾ മുതലേ ഇഷ്ടാ. അതിലേറെ എന്നെ സന്തോഷിപ്പിക്കുന്നത് സച്ചേട്ടനൊപ്പം വന്നതില്ല. ഞാനിവിടേക്ക് വന്നതിന് വേറൊരു ലക്ഷ്യം കൂടിയുണ്ട്. അതെന്താ ഞാൻ അറിയാത്ത ലക്ഷ്യം? തന്റെ ബർത്ത്ഡേക്ക് ഒരു സമ്മാനം എനിക്ക് തരാൻ കഴിഞ്ഞില്ല. പക്ഷെ എന്നിട്ടും താൻ എന്നെ നാണക്കേടിൽ നിന്ന് രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തനിക്ക് എന്ത് ഗിഫ്റ്റ് വേണമെങ്കിലും ചോദിക്കാം. ഒന്നും വേണ്ടാന്ന് മാത്രം പറയരുത്. സത്യായിട്ടും? സത്യം. ഹലോ, ഞാനിപ്പോ ക്ഷേത്രത്തിലാ. എത്താൻ കുറച്ച് ലേറ്റാവും. ഞാൻ വിളിച്ചോളാം. സമ്മാനമായിട്ട് ഇപ്പൊ ഞാൻ എന്താ ചോദിക്ക? സച്ചേട്ടനെ തന്നെ എനിക്ക് തരുമോന്ന് ചോദിച്ചാലോ? എന്റെ ജീവനേക്കാൾ വിലയുള്ളതല്ലേ? ഓക്കെ. ഇതുവരെ തീരുമാനമായില്ലേ എന്ത് ചോദിക്കണമെന്ന്? ചോദിക്കട്ടെ? ചോദിക്കേ. എന്തും ചോദിക്കാലോ. അത് ഞാൻ പറഞ്ഞല്ലോ. ഞാൻ കണ്ണടച്ച് ചോദിക്കാം. കണ്ണു തുറക്കുമ്പോ ആ സമ്മാനം കിട്ടിയാലോ? ശരി, അങ്ങനെ ആയിക്കോട്ടെ. ശരി, ഞാൻ കണ്ണടച്ചു. പക്ഷേ അതെങ്ങനെ ചോദിക്കണമെന്നും എന്ത് പറഞ്ഞു തുടങ്ങണമെന്നും ഒരു പേടി. ഒരു മിനിറ്റ്. എന്റെ സമ്മാനം അവിവേകമാണെങ്കിൽ ക്ഷമിക്കണം. എനിക്കിതല്ലാതെ ഈ ക്ഷേത്രമുറ്റത്ത് നിന്ന് സച്ചേട്ടനോടൊന്നും ചോദിക്കാൻ കഴിയില്ല. എന്നും എൻ്റെ കൂടെ സച്ചേട്ടൻ ഉണ്ടായാൽ മതി. അങ്ങനെ ഒരു വാക്ക് എനിക്ക് സമ്മാനമായിട്ട് തരാൻ കഴിയുമോ? സച്ചേട്ടാ, സച്ചേട്ടാ.
സച്ചേട്ടാ, ശ്ശോ, ഇതെവിടെ പോയി? അമ്മോ, കൂട്ടുകാരൻ എന്താ ഇവിടെ? ഞാനിവിടെ. കൂട്ടുകാരൻ ഒറ്റയ്ക്കാണോ വന്നത്? അല്ല, എന്റെ കൂടെ എല്ലാരും ഉണ്ട്. ആ, എന്നിട്ട് ഇവിടെ ഭാര്യ? ഞാനൊന്ന് കാണട്ടെ. അവൾ അവിടെ ഉണ്ട്. ഹലോ, ഇതെവിടെയാ രണ്ടാളും? നേരം എത്രയായി ഞങ്ങൾ ഇവിടെ കാത്തു നിൽക്കാൻ തുടങ്ങിയിട്ട്? ബാക്കിയുള്ള റൊമാൻസ് ഒക്കെ വീട്ടിലെത്തിയിട്ടാവാം. കാത്തിരുന്ന് ബോറടിച്ചു. ഞങ്ങളിപ്പോ വരാം. ആ ശരി ശരി, ഞങ്ങളിവിടെ ആൾത്തരക്ക് എടുത്തുണ്ടേ. ആ, ഓരോ ദിവസവും ഓരോ നിമിഷവും ഞാൻ ജീവിക്കുന്നത് നിന്റെ ഓർമ്മകളുമായ. ദയവേത് ഇനി ഈ വക കാര്യങ്ങൾ കൂട്ടുകാരൻ എന്നോട് പറയരുത്. നിന്നെ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയാ ഞാൻ ഈ കല്യാണത്തിന് സമ്മതിച്ചത്. മറ്റൊരു പെണ്ണിന്റെ കഴുത്തിൽ താലി അണിയിച്ചപ്പോഴും ഞാൻ നിനക്ക് വേണ്ടി കാത്തിരിക്കുക. കൂട്ടുകാരന് വേണ്ടി ആ പാവം പെണ്ണ് കാത്തിരിക്കാന്നുള്ള കാര്യം മറക്കരുത്. കഴുത്തിൽ താലി കെട്ടിയ ഒരു പെണ്ണിനെ സംബന്ധിച്ച് അയാളാണ് എല്ലാം. അവളെ മനസ്സിലാക്കണം. താലിച്ചരടല്ല പ്രധാനം, മനസ്സാണ്. ആ മനസ്സ് നിന്റെ കൂടെയാ. നീയല്ലാതെ വേറൊരു പെണ്ണിന്റെ മനസ്സിലില്ല. ആദി, അവര് വരാന്ന് പറഞ്ഞിട്ട് ഒരുപാട് നേരമായല്ലോ. ആ, ഒന്നുകൂടെ വിളിച്ചു നോക്ക് മോളെ. ഞാൻ വിളിച്ചു നോക്കട്ടെ. വേണ്ട, ഞാൻ പോയി നോക്കാം. ആ എടി, അടങ്ങിയിരിക്കടി. അച്ഛമ്മന്റെ മേത്തല്ലല്ലോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.